السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا منا الصالحون ومنا دون ذلك كنا طرائق قددا. വിശുദ്ധ ഖുർആനിൽ ഖറല്ലാഹു അസ്സ വജൽ. ആദരണീയരും ബഹുമാന്യരുമായ ഈ സ്ഥാപനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ നമ്മുടെ എല്ലാം സമുന്നത ഗുരുവര്യർ ബാവ ഉസ്താദ് അവറുകൾ, സമാദരണീയരായ സമസ്ത കേന്ദ്ര മുശാവറ അംഗം സിറാജുൽ ഉലമ ഐദുറുസ് ഉസ്താദ് അവറുകൾ, അധ്യക്ഷൻ അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാർ, സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സർവരും പലവിധ വിഷയങ്ങൾ പഠിക്കുവാൻ ആർത്തിയോടെ ഓടിയെത്തിയ വൈജ്ഞാനിക മുറ്റമാണ് നമ്മുടെ കോടമ്പുഴ ദഅ്വ കോളേജിന്റെ തിരുമുറ്റം. ആമുഖങ്ങൾക്ക് അവസരമില്ല, വിഷയം വിശദമായി അവതരിപ്പിക്കുവാൻ സമയവുമില്ല. വളരെ പ്രൗഢോജ്വലമായ പ്രാധാന്യമുള്ള വിഷയമാണെന്ന് അവകാശപ്പെടുന്നതുമില്ല. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി അല്ലാഹു തആല വ്യക്തമായി അവതരിപ്പിച്ച ജിന്നുവർഗം മനുഷ്യരിൽ നൽകുന്ന സ്വാധീനം, അവരുടെ സാന്നിധ്യം, അവരുടെ സഹകരണം, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചെറിയ ഒരു ഇടപെടൽ നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജിന്നുകൾ എല്ലാവരും നല്ലവരല്ല. ഖുർആൻ തന്നെ പഠിപ്പിച്ചു, ഇന്നാ മിന്ന സ്വാലിഹൂൻ, ഞങ്ങളിൽ നല്ല സാലിഹീങ്ങളായ ജിന്നുകളുണ്ട്. നിസ്കാരവും ദിക്റും ഇബാദത്തും പള്ളിയും പരിശുദ്ധിയുമായി നടക്കുന്ന നല്ല സാലിഹീങ്ങളാകുന്ന ആലിമീങ്ങളായ മഹാന്മാരായ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ ഖൈറയെ ചെയ്യുകയുള്ളൂ, ഒരു ഹറാമും അവർ ചെയ്യുകയില്ല, ആരെയും അവർ ഉപദ്രവിക്കുകയില്ല, ആരെയും അവർ പ്രയാസപ്പെടുത്തുകയില്ല, ആർക്കെങ്കിലും ഉപകാരം ചെയ്യുമെങ്കിൽ ചെയ്തു കൊടുക്കുകയെന്നല്ലാതെ അവരെ കൊണ്ട് യാതൊരു പ്രയാസമുണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു പറ്റം നല്ല സ്വാലിഹീങ്ങളായ ജിന്നുകളുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തി ഇസ്തിഖ്ദാം, അവരെ ഉപയോഗപ്പെടുത്തി ചില ഉപകാരങ്ങൾ മനുഷ്യരായ ആളുകൾ ഏറ്റെടുക്കാറുണ്ട്. അവരെ കൊണ്ട് പള്ളി പണിയിക്കുക, അവരെ കൊണ്ട് കാര്യസാധ്യങ്ങൾ നേടുക. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ വിശാലമായ ഉപകാരങ്ങൾ ജിന്നുകളെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അത്ഭുതകരമായ പ്രയാസകരമായ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പഠിപ്പിച്ചു തന്നെ, ജിന്ന് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവരും ഏതുവിധ കോലങ്ങളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ നല്ല നിലയിലുള്ളവരെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി മനുഷ്യരുമായി ഒരുപാട് ഖിദ്മത്തുകളും സഹായങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ ഖുർആൻ പറയുന്നു, മിന്നാ ദൂന ദാലിക, സ്വാലിഹീങ്ങളല്ലാത്ത അക്രമികളും ദുശ്ശാഠ്യമുള്ളവരും ഭയപ്പെടുത്തുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരുമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുന്നാ തറായിഖ ഖിദദ, ഞങ്ങൾ നിരവധി വ്യത്യസ്ത മാർഗങ്ങൾ അവലംബിക്കുന്നവരാണ്. ഉലമാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമുണ്ട്, മുശ്രിക്കുണ്ട്, യഹൂദനുണ്ട്, നസ്രാനിയുണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. അന്ന് എഴുതിയ കിതാബുകളിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ എപി സുന്നിയും ഇ കെ സുന്നിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ ജിന്നുകളിൽ എല്ലാ തരീഖത്തുകാരും, ഖാദിരിയ, നഖ്ശബന്ദിയ, എല്ലാ തരീഖത്തുകാരും ഈ പോലെ മനുഷ്യരെ പോലെ
പ്രവിശാലമായൊരു പ്രപഞ്ചത്തിൽ അവരിങ്ങനെ വ്യാപകമായി കിടക്കുകയാണ്. അവരെല്ലാവരുമായി സമീപിക്കുകയും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കിതാബുകളിൽ കാണാൻ കഴിയുന്നു, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുമ്പോ ഏങ്ങി ഏങ്ങി കരഞ്ഞു സങ്കടം ബോധ്യപ്പെടുത്തി ജിന്നുകൾ. ആളുകൾ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് അവര് പറഞ്ഞത്, ഇതാ ഫിഖ്ഹ് പോയിരിക്കുന്നു, ഇനി ഫഖീഹില്ല, ഇനി അവർ പഠിപ്പിച്ചത് മാത്രം നിങ്ങൾ അവലംബിക്കുക, ഞങ്ങൾ അവരുടെ അനുചരന്മാരാണ് അഥവാ ശിഷ്യന്മാരാണ്. അങ്ങനെ വലിയ ആലിമീങ്ങളിൽ നിന്ന് സമ്പർക്കം പുലർത്തി ഇൽമ നേടിയ സാലിഹീങ്ങളും ഇവരെ കൂട്ടത്തിലുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ബിൽഖീസിന്റെ കൊട്ടാരം നിമിഷം കൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ ആരുണ്ട് കഴിവുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിന് തയ്യാറാകാൻ ശക്തനായ ജിന്നുകളുണ്ട്. പക്ഷേ അത്തരം ജിന്നുകളെയും മറികടക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ മനുഷ്യർക്ക് കണ്ണടച്ചു തുറക്കും മുമ്പ് ആ ബിൽഖീസിന്റെ കൊട്ടാരം എത്തിച്ചു കൊടുത്തുകൊണ്ട് ജിന്നുകളെക്കാൾ കഴിവുള്ളവരും ജിന്നുകളെക്കാൾ മാഹാത്മ്യമുള്ളവരും ജിന്നുകളെ നിയന്ത്രിക്കുവാൻ വേണമെങ്കിൽ അവകാശമുള്ളവരുമാണ് മനുഷ്യന്മാർ എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ആയത്തുകൾ ഓതി വിസ്തരിക്കുവാനും ഹദീസുകൾ ഓതി ചർച്ച ചെയ്യുവാനും എന്റെ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ റെക്കോർഡുകളിലേക്ക് കടക്കുന്നില്ല. ഞാൻ ആ വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ച് എന്റെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചില ധാരണയുണ്ട്, മനുഷ്യർക്ക് ജിന്നുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല, ജിന്നുകളെ ഒതുക്കാൻ കഴിയില്ല, ജിന്നുകൾ വലിയ പ്രശ്നക്കാരാണ്. സംഗതി ശരിയാണ്, ജിന്നുകൾ വലിയ പ്രശ്നക്കാരാണ്. മല പോലെ വലുതാകാനും കടുക് പോലെ ചെറുതാകാനും അവരെ കൊണ്ട് കഴിയും. ആന പോലെ രൂപപ്പെടാനും കൊതുക് പോലെ സഞ്ചരിക്കാനും അവരെ കൊണ്ട് കഴിയും. അവർക്ക് അറിവുള്ളവരായി വലിയ ഇൽമ പ്രദർശിപ്പിക്കാനും ജഹാലത്ത് നടിക്കാനും ഒക്കെ അവരെ കൊണ്ട് കഴിയും. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, മിന്നാ ദൂന ദാലിക കുന്നാ തറായിഖ ഖിദദാ. ഇങ്ങനെ മനുഷ്യരുമായി ഇവരുടെ സമ്പർക്കം പറഞ്ഞാൽ ഹബീബാ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മനുഷ്യരായ നാം ജനിച്ചു വീഴുന്നിടം മുതൽ മരിച്ചു പിരിയുന്നത് വരെയും നമ്മളുമായി ബന്ധപ്പെടുകയും പരമാവധി നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ജിന്നുകൾ നിന്ന് വഴികെട്ട പിശാചുക്കൾ, ശൈത്താൻമാർ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ശൈത്താൻ എന്ന പേര്, മാരുത് എന്ന പേര്, ഇഫ്രീത്ത് എന്ന പേര് ഒക്കെയുള്ള വ്യത്യസ്ത പേരുകളിൽ അവരുടെ കഴിവനുസരിച്ച് പേരുകൾ കൊണ്ട് അവർ ഈ സിദ്ധി നേടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, ഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ. നബിയെ, ശൈത്താൻമാരെ ഉപദ്രവം വരാതിരിക്കുന്നതിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അവർ വലിയ മഹാന്മാരെയും ഒരുപക്ഷെ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ആദിപിതാവ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ ആദരവ് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച വർഗമാണ് ഇബ്ലീസ്. അവന്റെ അനുയായികൾ ഇബ്ലീസിന് ആദം നബിയോട് എത്ര ദേഷ്യമുണ്ടോ അതിനേക്കാൾ ഇബ്ലീസിന്റെ മക്കളാകുന്ന ശൈത്താൻമാർക്ക് മനുഷ്യനായ നമ്മളോട് ദേഷ്യമുണ്ടെന്ന് ബദറുദ്ദീനിൽ ഹനഫി മഹാനവർകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയ്യൂത്തി തന്റെ ലഖത്തുൽ മർജാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരോട് ഇപ്പോഴും ശത്രുത വെച്ച് പുറത്തുന്നവരാണ് ജിന്നുകളിൽ അധികം ആളുകളും. അവർ ശൈത്താൻമാരാണ്. ആദം നബി അലൈഹിസ്സലാമിനെ വഴിപിഴയ്ക്കാൻ ശ്രമിച്ചവർ, കാബീലിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചവർ, ഇങ്ങനെ നമ്മുടെ പ്രവാചകന്മാരെ അടക്കം അവർ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനേറെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നബി തങ്ങളുടെ മുന്നിൽ കത്തുന്ന തീപ്പന്തവുമായി നബിയുടെ മുഖത്ത് കുത്താൻ വേണ്ടി കൊണ്ടുവന്ന് നബിയെ നിസ്കാരത്തിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹബീബാ നബി തങ്ങൾ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അവനെ പിടിച്ചൊതുക്കാൻ ശ്രമിച്ചു. അവൻ ഓടിക്കളഞ്ഞു. സഹാബാക്കൾ നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് പ്രത്യേകമായൊരു കാഴ്ച കണ്ടല്ലോ? അപ്പോഴാണ് പറഞ്ഞത്, ഇബ്ലീസ് എന്നെ നിസ്കാരത്തിൽ തെറ്റിക്കാൻ വേണ്ടി തീപ്പന്തം കുത്തി എന്നെ വിരട്ടാൻ വേണ്ടി വന്നു. ഞാൻ അവനെ പിടിച്ചു. പക്ഷെ എന്റെ പ്രവാചകൻ സുലൈമാൻ നബി ഞാൻ ഓർത്തില്ലായിരുന്നുവെങ്കിൽ അവനെ ഞാൻ ഈ തൂണിൽ കെട്ടിയിടുമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അവനെ ഞോണ്ടി കളിക്കാമായിരുന്നു. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളുടെ മേലുള്ള അധികാരം എനിക്ക് നീ തന്നതുപോലെ മറ്റാർക്കും കൊടുക്കരുതേ അല്ലാഹ് എന്ന് ദുആയിരുന്നതുകൊണ്ട് ആ ദുആ ഓർത്ത് ഞാൻ അവനെ വെറുതെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ അപ്പൊ അഷ്റഫുൽ ഖൽഖ് തങ്ങളെപ്പോലും നിസ്കാരത്തിൽ നിന്ന് തെറ്റിക്കുവാനും വഴി പിഴപ്പിക്കുവാനും ശ്രമിച്ചിട്ടുണ്ടിവൻ.
അങ്ങനെ അവന്റെ ശ്രമത്തിൽ അല്ലാഹു തആല പണ്ടേ പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, മുഖ്ലസീനായ അടിമകളെ നിന്റെ പിഴവിൽ പെടുത്താൻ സാധ്യമല്ല. അവരെ നീ പഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറി പിഴപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പിഴപ്പിക്കാൻ ചെന്നിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്മാരെ പോലും പിഴപ്പിക്കാൻ ശ്രമിച്ച ഇബ്ലീസ് സാധുക്കളെ നമ്മളെ പിഴപ്പിക്കാൻ ശ്രമിക്കുമെന്നല്ല, പിഴപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ കുട്ടിയും പിറന്നു വീഴുമ്പോൾ തന്നെ ഇവൻ വന്ന് അവൻ ഹസ്തദാനം ചെയ്യും, അഥവാ അവന്റെ സമ്പർക്കം രേഖപ്പെടുത്തും, അഥവാ അവൻ കുത്തി വേദനിപ്പിക്കും. കുഞ്ഞുങ്ങൾ കരയുന്നത് പിശാചിന്റെ കുത്തുകൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എപ്പോഴും നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ദിക്ർ ചൊല്ലണം. ആ ദിക്റുകൾ ഒഴിവാക്കുന്നതാണ് പിശാചുക്കൾ മേക്കിട്ട് കയറാൻ ശ്രമിക്കുന്നത്. ആ ദിക്റുകളാണ് ആയുധം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പിശാചിന്റെ ഗോഡൌണാണ് തണ്ടാസുകൾ. നമ്മളെ എപ്പോഴും കീഴ്പ്പെടുത്താൻ അവൻ ഏറ്റവും വലിയ സങ്കേതമായി ഉപയോഗപ്പെടുത്തുന്നത് കക്കൂസുകളിലാണ്. അതുകൊണ്ട് ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, പാദരക്ഷ ധരിക്കണം, തലമറയ്ക്കണം, മുട്ടുമറയ്ക്കണം, വിസർജന സമയത്ത് മാത്രം നഗ്നത തുറന്നു വെക്കണം, അവിടുന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇട്ടു തുടങ്ങണം. അത്രയും സൂക്ഷ്മതയോടെ നഗ്നതകൾ മാനിക്കണമെന്ന് പറഞ്ഞത് ഈ പിശാചിനെ പേടിച്ചുകൊണ്ട് തന്നെയാണ്. അവിടെ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, യാ അല്ലാഹ്, ആൺ പിശാചുക്കളുടെയും പെൺ പിശാചുക്കളുടെയും സങ്കേതത്തിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. നിന്റെ കാവലല്ലാതെ കാവലില്ല അല്ലാഹ്. നബി തങ്ങൾ പഠിപ്പിച്ചു, ഈ ദിക്ർ ചൊല്ലി കടന്നു കഴിഞ്ഞാൽ ഒരു ഹിജാബ് അല്ലാഹു തആല അവിടെ ഇടുകയാണ്. പിശാചിന് നമ്മുടെ ഔറത്ത് കാണാൻ സാധ്യമല്ല. നമ്മുടെ ഔറത്തിലൂടെ കടന്ന് ഹൃദയത്തിൽ വന്നിരുന്ന് ദുർവികാരങ്ങളും ദുസ്വഭാവങ്ങളും ദുശ്ചിന്തകളും വരുത്തി നമ്മളെ വഴിതെറ്റിക്കാനാണ് അവൻ ആ സങ്കേതം ദുരുപയോഗപ്പെടുത്തുന്നത്. മാന്യമായി നടക്കുന്നവന്റെ ചിന്തയിൽ ക്രൂരമായ ചിന്തകൾ വരുത്തി തീർക്കും, അശ്ലീലമായ ചിന്തകൾ വരുത്തി തീർക്കും, വികലമായ ചിന്തകൾ വരുത്തി തീർക്കും. നിസ്കാരത്തിൽ ഖുശൂഅ് നഷ്ടപ്പെടുത്തും, മാതാപിതാക്കളോട് ശണ്ടയുണ്ടാക്കും, ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കും, അയൽവാസികൾ തമ്മിൽ കൂട്ടിയടിയുണ്ടാക്കും, ഇണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ തമ്മിൽ വെറുതെ മുഷിപ്പിക്കും. ഇങ്ങനെ വേണ്ട മുഴുവൻ കുസൃതിയും കാണിക്കുന്നവനാണ് പിശാച്. അതുകൊണ്ട് വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, നബിയെ ശൈത്താനെ തൊട്ട് എപ്പോഴും കാവൽ ചോദിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ അവസാനത്തെ 2 സൂറത്തുകൾ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആ സൂറത്തുകൾ തന്നെ അവതരിപ്പിക്കുന്നത് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസ് എന്ന പേരുള്ള പിശാച് ഹൃദയത്തിൽ വസ്വസത്തുണ്ടാക്കി തീർക്കും. ആ വസ്വസത്തിന്റെ സങ്കേതം തണ്ടാസുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നാം തണ്ടാസിന്റെ ദിക്റുകൾ ചെല്ലാറില്ല, തണ്ടാസിന്റെ ആദാബുകൾ പാലിക്കാറില്ല. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ നിന്നാണ് പിശാചിന്റെ പ്രഹരങ്ങൾ ഏൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പിശാച് ബാധിക്കാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകൾ ആയുധമായി കയ്യിലേന്തണമെന്നാണ് വിനീതമായി ഉലമാക്കൾ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ സമയത്തും ദിക്റുണ്ട്. നബി തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളെ വീടുകൾ അവന്റെ സങ്കേതമാണ്. അവനെ സൃഷ്ടിച്ചപ്പോ അവൻ അല്ലാഹു തആലയോട് പറഞ്ഞു, ഇന്ന ഇബ്ലീസ ലമ്മ ഉൻസില ഇലൽ അർള്, ഭൂമിയിലേക്ക് പിശാചിനെ ഇറക്കിയപ്പോൾ അവൻ ചോദിച്ചു, യാ റബ്ബി അൻസൽതനി ഇലൽ അർളി വജഅൽതനി റജീമ, പടച്ചവനെ എന്നെ നീ ഭൂമിയിലേക്ക് ഇറക്കി, എന്നെ നീ ശപിച്ചു, ഫജഅൽ ലി ബൈത, ഞാൻ എവിടെ കയറി കിടക്കും? എനിക്കൊരു കിടപ്പാടം നീ പ്രഖ്യാപിക്കണ്ടേ? ഖാല അൽ ഹമ്മാം, നിന്റെ കിടപ്പാടം ബാത്റൂമുകളും ടോയ്ലറ്റുകളുമാണ്. അതാണ് നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന കിടപ്പാടങ്ങൾ. അവിടെ കയറുമ്പോൾ ഈ ഭീതിയോടെ വേണം നാം കയറാനെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ ചോദിച്ചു, ഫജഅൽ ലി മജ്ലിസ, എനിക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒരു സ്ഥലം വേണ്ടേ? ഖാല അൽ അസ്വാഖ്, ചന്തകൾ. ചന്തകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പിശാച് ആവാഹിക്കുന്നത്. ചീത്ത പറയാനും അടിക്കാനും വെട്ടാനും കുത്താനും ദേഷ്യമുണ്ടാക്കാനും ഇതാണ് പിശാചിന്റെ സ്വതസിദ്ധമായ ശൈലികൾ. ഇത് ഏറ്റെടുക്കുന്ന ചന്തകളിൽ നിന്നാണ്. അതുകൊണ്ട് ആദ്യമായി ചന്തയിൽ പോകരുതെന്നും അവസാനമായി ചന്തയിൽ നിന്ന് തിരിച്ചു വരരുതെന്നും ഹബീബാ നബി തങ്ങൾ ഉപദേശിച്ചു. ആദ്യമായി ചന്തയിൽ ചെന്ന് കയറുന്നവൻ നീയാകരുത്.
അവസാനം ചന്തയിൽ നിന്ന് പിരിയുന്നവനും നീ ആകരുത്. എന്നാൽ നിന്റെ കൂടെ അവൻ വന്നിരിക്കും, നീ ചെന്ന് കയറിയാൽ നിന്നെ അവൻ സൽക്കരിച്ചിരിക്കും. അതുകൊണ്ട് ചന്തയിൽ ആദ്യമായി ഇറങ്ങരുത്, അവസാനം പിരിയുകയും ചെയ്യരുത് എന്ന് സൂക്ഷ്മതയോടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു. പിന്നെ അവൻ ചോദിച്ചു, ഹബീബ നബിയെ, അല്ലാഹുവേ ഫജഅൽനി തആമ, എന്നെ നീ ശപിച്ചല്ലോ, എനിക്കിനി ആരും ഭക്ഷണം തരില്ല, എനിക്ക് എവിടുന്നേ ഭക്ഷണം? അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, മാലം യുദ്കർ ഇസ്മുല്ലാഹ്, അല്ലാഹുവിന്റെ പേര് പറയാത്തതൊക്കെ നിന്റെ ഭക്ഷണമാണ്. ബിസ്മി പറയാതെ തിന്നുന്നതും ബിസ്മി പറയാതെ അറുക്കുന്നതും കൊല്ലുന്നതുമൊക്കെ അവന്റെ ഭക്ഷണങ്ങളാണ്, പിശാചിന്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന ഓർമ്മ വേണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ പിശാച് പങ്കുകൊള്ളും, ഭക്ഷണത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തും, നിനക്ക് കിട്ടേണ്ട ഊർജം അവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും, അവന്റെ ഊർജമായത് മാറുകയും വളരുകയും ചെയ്യും. നബി തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ബിസ്മി ചൊല്ലാതെ പെട്ടെന്ന് കൈയിട്ടപ്പോ നബി തങ്ങൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. പിന്നെ ഒരു വലിയ ആൾ ആ ഭക്ഷണത്തിൽ ബിസ്മി അല്ലാതെ കൈയിട്ടപ്പോ ഹബീബ നബി തങ്ങൾ കയ്യിൽ കയറി പിടിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൈവച്ചപ്പോൾ ഇബ്ലീസും കൈവച്ചു. ഞാൻ കയറി പിടിച്ചതുകൊണ്ട് അവൻ തിന്നിട്ടില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹി പറയാതെ ഭക്ഷണം കഴിക്കരുത്. ബിസ്മില്ലാഹി പറയാതെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ കൂടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും, നിങ്ങളുടെ ഊർജം അവന്റെ ഊർജമായി മാറും. നിങ്ങൾ അവൻ അന്നം കൊടുത്ത് വളർത്തിയ സുഹൃത്തായി, അവൻ പിന്നെ നിങ്ങളുടെ സന്തത സഹചാരിയായി നിങ്ങളുടെ കൂടെ കൂടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഹബീബ് അല്ലാഹുവിനോട് അവൻ ചോദിച്ചു, ഇജ്അൽനി ഖുർആന, എനിക്ക് ഓതാനും പറയാനും എന്തെങ്കിലും വേണ്ടേ? അല്ലാഹു തആല പഠിപ്പിച്ച ശഅർ, നീ പാട്ടുകൾ പാടി നടക്കുക. സിനിമാ പാട്ടുകളും അശ്ലീല പാട്ടുകളും അസഭ്യ പാട്ടുകളും അതൊക്കെ പിശാചിന്റെ ഹോബിയാണ്. അതൊരു മനുഷ്യനും പാടാൻ പാടില്ല. അവൻ പിശാചിന്റെ അനുയായിയും അനുഭാവിയുമായി പിശാച് അവനെ കൂട്ടായി മാറ്റി തീർക്കും. അവൻ കൂട്ടായതിന്റെ ലക്ഷണമാണ്. സിനിമാ പാട്ടൻ പാടി ഇങ്ങനെ നടക്കുന്നവൻ ഒരു പിശാച് ബാധിച്ചവനാണ്. അതുകൊണ്ട് പിശാചിന് കൊടുത്തതാണ്, അത് നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. അല്ലാഹുവിനോട് അവൻ ചോദിച്ചു, ഖാലിജഅല്ലി കിതാബൻ, പഠിച്ചവനെ എനിക്ക് എന്തെങ്കിലും രേഖപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും സ്ഥലം വേണ്ടേ? അപ്പോഴാണ് പറഞ്ഞ അൽ വസ്മു, നീ ആളുകളുടെ കയ്യിലും കാലിലൊക്കെ പച്ചകുത്തി അവിടെ ഒതു നഷ്ടപ്പെടുത്തുകയും അവിടെ ഇബാദത്ത് മുടക്കുകയും ചെയ്യുന്ന പച്ചകുത്തൽ പോലെയുള്ള വൃത്തികെട്ട പണിയുമായി ചോരക്കളിയുമായി നീ നടക്കുക, ചോര കുത്തുക, പച്ചകുത്തുക, ഇതൊക്കെയാണ് നിന്റെ കിതാബ്, അത് എഴുതി നടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. അവനാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് തടഞ്ഞു, നാം പച്ചകുത്താൻ പാടില്ല, നാം അങ്ങനെ ചോരക്കളിയിൽ ഇടപെടാൻ പാടില്ല, ചോര കൊണ്ടുള്ള അഭ്യാസങ്ങൾ നമുക്ക് പാടില്ല. അതൊക്കെ ഇബ്ലീസിന്റെ രേഖകളാണ്, റെക്കോർഡുകളാണ്. അല്ലാഹുവിനോട് അവൻ ചോദിച്ചു, അല്ലാഹുവേ ഇജ്അൽനി ഹദീസ, എനിക്ക് ഈ വർത്തമാനം എന്താണുള്ളത്, ഒരു ഹദീസ് എനിക്ക് വേണമല്ലോ. അല്ലാഹു തആല പറഞ്ഞു, അൽ കദിബു, നിനക്കുള്ള ഹദീസ് കളവ് പറയലാണ്. കള്ളം പറയുക എന്നതാണ് പിശാചിന്റെ ഹദീസ്. കള്ളം പറയുന്നവർ പിശാചിന്റെ ഹദീസാണ് ഉച്ചരിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിക്കണം. അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചത്, ഒരിക്കലും നീ കള്ളം ഖുലിൽ ഹഖ വലൗ കാന മുറ, എത്ര കൈപ്പേറിയാലും നീ പിശാചിന്റെ വഴിയെ പോകരുത്, പ്രവാചകന്മാരെ വഴിയെ ഉറച്ചു നിൽക്കണം. അല്ലാഹുവിനോട് അവൻ ചോദിച്ചു, ഇജ്അൽ റസൂല, എനിക്ക് ദൂതന്മാര് വേണ്ടേ എന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, എന്റെ കാര്യങ്ങൾ ഇവിടെ പാരമ്പര്യം നിലനിർത്താൻ ആള് വേണ്ടേ? അതുകൊണ്ട് എനിക്ക് റസൂലിനെ വേണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, ഖല അൽ കഹാന, ജ്യോത്സ്യം ചെയ്യുന്ന ആളുകൾ, കുഹാന്മാരായ ആളുകൾ, അവരാണ് നിന്റെ റസൂൽ. അവര് കാണിക്കുന്ന കോപ്പിരാട്ടികൾ, അവര് കാണിക്കുന്ന വികൃതമാകുന്ന ചികിത്സാ മാർഗങ്ങൾ, അവര് കാണിക്കുന്ന അത്ഭുത പ്രവചനങ്ങൾ, ഇതൊക്കെ പിശാചിന്റെ സാന്നിധ്യമുള്ള നിഷിദ്ധമാകുന്ന പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. പിശാച് അവനിലൂടെ അവന്റെ ആശയം പ്രചരിപ്പിക്കുകയാണ്, റസൂലാണ്. ഇമാം നവവി റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. കഹാനത്ത് 3 തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബാറത്തുകൾ ഉദ്ധരിക്കാൻ നമുക്ക് സമയമില്ലെന്നറിയാമല്ലോ. ഒന്ന് പറഞ്ഞത് തന്നെ അല്ലാഹുവിന്റെ മാക്കാനലിൽ ഇൻസാനി വലിയും മിനൽ ജിന്നി യുഖ്ബിറുഹു മിമ്മാ യസ്തസ്രിഖുഹു മിനസ് സമഇ മിനസ് സമാ, ആകാശത്തുനിന്ന് പോയി എന്തൊരൽപ്പം കട്ടുകൊണ്ടുവന്ന് ജ്യോത്സ്യന്മാർക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുന്ന ജിന്നുകൾ, ശൈത്താന്മാർ, ആ ശൈത്താന്മാരെ വലിയാക്കി അവരെ സേവിച്ച് അവരെ സ്വാധീനിച്ച് അവരെ കീഴ്പ്പെട്ട് അവര് പറയുന്നതൊക്കെ ചെയ്ത് അവർക്ക് അടിമപ്പണിയെടുത്ത് അവരെ കൊണ്ട് ജീവിതമാർഗം ഏറ്റെടുത്തിരിക്കുന്ന ആളുകളുണ്ട്. അവരാണ് കുഹാൻ.
അവർ ജ്യോത്സ്യന്മാരാണ്, അവർ പിശാചിന്റെ റസൂലാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇമാം തബറാനി റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു, അവന്റെ ദൂതരാണ് ജ്യോത്സ്യന്മാർ. അതുകൊണ്ട് ജിന്നുകളെ സേവിച്ചുകൊണ്ട്, സ്വാധീനം ചെലുത്തിക്കൊണ്ട്, അവർക്ക് വേണ്ടി ശിർക്ക് ചെയ്ത്, അവർക്ക് വേണ്ടി കുരുതി അറുത്തുകൊടുത്ത്, അവർക്ക് വേണ്ടി ത്വാഅത്ത് ചെയ്ത്, അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഇബാദത്തും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സ്വാധീനിച്ച് ചെയ്യുന്നത് ശിർക്കിന്റെ മാർഗത്തിലാണ് പെടുന്നത്. അള്ളാഹുവിനെ കൈവിട്ടുകൊണ്ട് പിശാചിനെ സേവിച്ച് കാര്യങ്ങൾ സാധിച്ച് ആളുകളുടെ മുമ്പിൽ അത്ഭുതം പറയിപ്പിച്ച് ഇല്ലാത്തത് എടുത്തുകൊടുക്കാനും കണ്ണിൽ കാണാത്തത് പ്രവചിക്കാനും വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകാനും താൻ പ്രാപ്തനാണെന്ന് ജിന്നുകളെ ഉപയോഗപ്പെടുത്തി പച്ചക്കളവുകൾ പറഞ്ഞ് ഇങ്ങനെ ആളാകുന്നതും പണം വാങ്ങുന്നതും പൈശാചിക പ്രേരണയുടെയും അവന്റെ പ്രവാചകത്വം ഏറ്റെടുത്തവരുമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സേവ ബഹുമാനപ്പെട്ട ഇമാം ഖുർജി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅലുൽ വസായിതി ബൈനഹു വ ബൈനല്ലാഹ്, അല്ലാഹുവിന്റെയും നിന്റെയും ഇടയിൽ ഇത്തരത്തിലുള്ള പൈശാചികമായ ജിന്നുകളെയും പിശാചുക്കളെയും സേവിച്ചുകൊണ്ട് വസീലയാക്കിക്കൊണ്ട് നീ കാര്യങ്ങൾ നടത്തുകയും മുഅ്തഖിദൻ അത്തഅസീറ ബിഹി ദൂന ഗൈരില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ ഈ പിശാചിനെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അങ്ങനെ പ്രവർത്തിച്ചാൽ ഫഇന്നഹു കുഫ്റുൻ, അത് ഈമാൻ നഷ്ടപ്പെടുന്ന കുഫ്റാണ്. ഒരു വിധത്തിലും ചെയ്യാൻ പാടില്ല. നീ അങ്ങനത്തെ ഇഅ്തിഖാദില്ല, ആള് നിസ്കരിക്കുന്ന ആളാണ്, ആൾ ഇബാദത്തുള്ള ആളാണ്, പക്ഷേ പിശാചുക്കളെ സേവിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് പണം വാങ്ങുന്ന ആളാണ്. ഫഇന്നഹു അമലുൻ ഖബീഹ്, അത് ഒരു മുസൽമാന് ചെയ്യാൻ പറ്റുന്ന പണിയല്ല, വെറും മോശമായ പണിയാണ് പിശാചിനെ സ്വാധീനിക്കുക. എന്തിന് പിശാചിനെ സ്വാധീനിക്കാൻ പോകണം? ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്നും പറയാനുള്ള നേരമുള്ള സമയമുള്ള സാഹചര്യമല്ല. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള സേവകൾ ഒരു മുസൽമാൻ ആവശ്യമല്ല. അവന് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വസിച്ചുകൊണ്ട് അവന്റെ അംബിയാ മുർസലുകൾ ഔലിയാ കിറാമുകൾ അല്ലാഹുവിന്റെ ദിക്ർ ഉപയോഗിച്ച് ചികിത്സിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾ അല്ലാഹുവിന്റെ കലാമുകൾ ഉപയോഗിച്ച് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, അല്ലാഹു തആല ഖുർആൻ ഇറക്കിയിട്ടുണ്ട് ശിഫയ്ക്ക്. അതതിന്റെ നിയമവും തർത്തീബും അനുസരിച്ച് ഓതിക്കൊടുത്താൽ നമുക്ക് ശിഫയുണ്ടാകും. നമ്മൾ ജ്യോത്സ്യനെ അവലംബിച്ച് അല്ലെങ്കിൽ പിശാചിനെ സേവിച്ച് അതിനെ ബാധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയ ആളുകളുമല്ല ഈ ജിന്നുകൾ. ഇത്രയും വൃത്തികെട്ട ദുസ്വഭാവമുള്ള ജിന്നുകളെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവരോട് മഹബത്ത് വെക്കുന്നത് ഖുർആന്റെ പ്രഖ്യാപനത്തിന് എതിരും കൂടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ, സത്യസന്ധരുമായി മാത്രമേ സ്നേഹം പങ്കിടാൻ പാടുള്ളൂ എന്നുവരെ ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ ഇമ്മത്തുകൾ നമ്മളോട് വ്യക്തമായി പറഞ്ഞു, ദുസ്വഭാവികളാകുന്ന ഈ ആളുകളോട് നമ്മൾ കൂട്ടുകൂടാൻ തന്നെ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ശഅറാനി തങ്ങൾ പറഞ്ഞു, ഫഹൽ മുജാലസത്തുൽ ജിന്നി റദിയത്തുൻ ഔ മഹ്മൂദ, ജിന്നുകളുമായുള്ള ബന്ധം അത് നല്ലതാണോ ചീത്തയാണോ? ഫൽ ജവാബു ഹുവ റദിയത്തുൻ ഗൈറു മഹ്മൂദ, ജിന്നുകളുമായുള്ള ബന്ധം നല്ലതല്ല. വമൻ ആസറ മുജാലസത്തുഹും മിനൽ ഉലമാഇ റൂഹാനിയീന ഫഹുവ ജാഹിൽ, ഈ ജിന്നുകളെ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും ആത്മീയ ചികിത്സകളൊക്കെ നടത്തുന്നവൻ അവൻ വിവരം കെട്ടവനാണ്. ഫഇന്നൽ ഗാലിബ അലൈഹിമുൽ ഫുളൂലു, അവർ ആവശ്യമില്ലാത്ത മാർഗങ്ങൾ ഇടപെടുന്നവരാണ് ജിന്നുകൾ. അവരെ സ്വാധീനിക്കുന്നവനും അത് അവലംബിക്കുന്നവനും നല്ല മാർഗം ആഗ്രഹിക്കാത്തവനാണ്. ഫൽ ആഖിലു മൻ www.hubburrasool.net പ്രവണതകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ്. സേവകളിൽ നിന്നും പൈശാചിക പ്രീണനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവനാണ് ആഖിൽ. അവൻ ഫാസിഖീങ്ങളാകുന്ന ആളുകളോട് സഹകരിക്കാൻ പാടില്ലാത്തതുപോലെ ആലിമാണോ ജാഹിലാണോ ആണാണോ പെണ്ണാണോ മുസ്ലിമാണോ കാഫിറാണോ എന്നുപോലും ഈ ജിന്നുകളെ കുറിച്ച് കൃത്യമായി നമുക്കറിയാൻ കഴിയില്ല. അതറിയുന്നവർ അല്ലാഹുവിന്റെ മുഖറബുകളാകുന്ന ഔലിയാക്കന്മാരും മഹാന്മാരുമാണ്. അവർ അറിഞ്ഞു ബോധ്യപ്പെട്ടത് അവർ മൂലം കൈമാറി കിട്ടുന്ന അപൂർവം വളരെ വിശ്വസ്തമാകുന്ന സ്വാലിഹീങ്ങളായ ജിന്നുകളുടെ ഇസ്തിഖ്ദാമല്ലാതെ നമുക്കറിയാത്ത ജിന്നുകളുമായി ഇടപെടാൻ നമുക്കൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിച്ചത് വസ്സവാബു അന്ന തഖറബ ഇല റൂഹാനിയത്തി വഖിദ്മത്തു മുലൂക്കിൽ ജാന്നി മിനസ് സിഹ്രി, ജിന്നുകളെ സേവിച്ചു നിർത്തുന്നതും
റൂഹാനികളുമായി അടുക്കുന്നതും അതെല്ലാം സിഹറിന്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് ഹറാമാണ്. അത്തരം ഇടപാടുകൾ നമുക്ക് പാടില്ല. നാം ആലിമീങ്ങളുമായും സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത്തരം കാര്യങ്ങൾ അനുവദനീയമായ രൂപത്തിൽ ചികിത്സകളും കാര്യങ്ങളും ഇടപെടുത്തണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജിന്ന് നമ്മളെ ബന്ധപ്പെടുന്നതും നമ്മളുമായി ഇടപെടുന്നതും ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ നമ്മെ ശല്യപ്പെടുത്തുന്നു, ഇബാദത്തിൽ നമ്മെ ശല്യപ്പെടുത്തുന്നു, ഭക്ഷണത്തിൽ നമ്മളോടൊപ്പം കൂടുന്നു, പാനീയത്തിൽ നമ്മളോട് കൂടുന്നു, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നമ്മൾ കൂടുന്നു. ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ച ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ ഫിൽ ഉറൂഖി മജ്റദ് ദമി, രക്തം സഞ്ചരിക്കുന്ന മുഴുവൻ സ്ഥലത്തും ആവാഹിച്ചെടുക്കുവാൻ കഴിവുള്ളവനാണ് ജിന്ന്. അവൻ നമ്മളെ ചതിക്കുക തന്നെ ചെയ്യും. ഹത്താ ഇന്നഹു യഅതി അഹദകും വഹുവ ഫിസ്സലാ, നിസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് പിശാച് കൂടുതൽ നമ്മെ വശീകരിക്കാൻ വേണ്ടി വരുന്നത്. ഫയംബുഹു ഫീ ദുബിരിഹി, അവന്റെ പിൻദ്വാരത്തിൽ അവൻ വന്ന് ഊതിത്തരുമ്പോൾ കീഴ്വായി പോയോ എന്ന് നമ്മെ സംശയിപ്പിക്കുകയും നമ്മൾ ഒതുമുറിഞ്ഞോ എന്ന് ഭയപ്പെട്ട് നിസ്കാരം വിട്ടോടുകയും ചെയ്യും. അതുപോലെ വയുബില്ലു ഇഹ്ലീലഹു, അവന്റെ മുൻദ്വാരത്തിൽ വന്ന് മൂത്രം പോയി എന്ന് തോന്നിപ്പിക്കും. അവൻ മൂത്രം പോയി എന്ന് പേടിച്ച് നിസ്കാരം മുറിച്ചിട്ട് ഇറങ്ങിപ്പോകും. സുമ്മയഖൂലു, എന്നിട്ട് അവൻ തന്നെ മനസ്സിൽ തോന്നിപ്പിക്കും, ഖദ് അഹ്ദസ്ത, നിന്റെ ഒളു മുറിഞ്ഞടാ, നിനക്ക് കീഴ്വായി പോയിരിക്കുന്നു, മൂത്രം പോയിരിക്കുന്നു, നിന്റെ ഒളു മുറിഞ്ഞടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വസ്വസത്തുണ്ടാക്കി കൊടുക്കും. ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, അത് കേട്ട് ഒരാൾ നിസ്കാരം മുറിച്ചു പോകരുത്. അങ്ങനത്തെ തോന്നലുകളുടെ പേരിൽ ഒളു മുറിയുകയേ ഇല്ല. അതാണ് പിശാചിനോട് ചെയ്യേണ്ട സമരം. ഫലാ യൻസരിഫന്ന അഹദുക്കും ഹത്താ യജിദ റീഹൻ ഔ യസ്മഅ സൗതൻ ഔ യജിദ ബലലാ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കീഴ്വായി പുറപ്പെട്ടതായി ശരിക്ക് ബോധ്യപ്പെടാതെ നിങ്ങൾ ഒളു മുറിഞ്ഞു എന്ന് ഉറപ്പിക്കണ്ട. നിങ്ങളുടെ മുൻദ്വാരത്തിൽ നനവ് പറ്റിയെന്ന് കണ്ട് അല്ലെങ്കിൽ തൊട്ട് ബോധ്യപ്പെടാതെ പിശാചിന്റെ തോന്നിപ്പിക്കലിൽ നിങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുത്തി പോകണ്ട. ഇങ്ങനെ പിശാചിന്റെ ഇടപെടലുകൾ നമ്മുടെ ഇബാദത്തുകൾ നശിപ്പിക്കുവാനും നമ്മുടെ സർവ്വ സൗകര്യങ്ങളും ഇല്ലാതാക്കാനും ശ്രമിക്കും. ബഹുമാനപ്പെട്ട ആ മഹദികളാകുന്ന നിരവധി ആളുകളെ സമീപിച്ച കഥകളൊക്കെ പറയാനുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം കുടത്തിൽ അടച്ചിരുന്ന 17 കുടങ്ങൾ, പിശാചിനെ പൂട്ടിയിട്ട 17 കുടങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് ജസീറത്തും മിൻ ജസാഇരിൽ ബഹ്റ, ജസീറത്തുൽ ബഹറിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഭരണമേറ്റെടുത്തപ്പോ ഫൈദാ നഹ്നു ബി ബൈത്തിൻ മബ്നിയിൻ, ഞങ്ങൾ ഒരു പ്രത്യേകമായ വീട്ടിൽ എത്തിപ്പെട്ടു. ഫൈദാ നഹ്നു, ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോ ബിസബഅ അശറത ജറത്തൻ ഖംറാ, പച്ചഭരണികൾ, കുടങ്ങൾ, ആ കുടം ഇതാ അടച്ചു വെച്ചിരിക്കുന്നു, അതെല്ലാം സീൽ വെച്ചപ്പെട്ടിരിക്കുന്നു. മഖ്തൂമത്തും ബിഖാതമി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബിയുടെ സീൽ വെച്ച് പൂട്ടിയിട്ടിരിക്കുന്ന കുടങ്ങൾ. ഞാൻ പറഞ്ഞു, അതിന്റെ ആദ്യത്തതും അതിന്റെ അവസാനത്തതും അതിന്റെ നടുവിലത്തതും എടുത്തൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അവസാനം ഒരെണ്ണം എടുത്ത് പരിശോധിക്കാൻ നോക്കി. അങ്ങനെ അത് പൊട്ടിച്ചു നോക്കിയപ്പോ ഫഖറജ മിൻഹാ ശൈത്താൻ, ആ കുടത്തിൽ നിന്നൊരു ശൈത്താൻ പുറത്തു വന്നു. മജ്മൂഉൻ യദാഹു ഇലാ ഉനുഖിഹി, അവന്റെ കൈകൾ പെരടിയിലേക്ക് പിടിച്ചുകെട്ടിയിരിക്കുന്നു. വഹുവ യഖൂൽ, അവൻ പറയുകയാണ്, സുലൈമാൻ നബിയാണെന്ന ധാരണയിൽ അവൻ പറയുകയാണ്, വല്ലദി അക്രമക ബിൻ നുബുവ, ഓ പ്രവാചകത്വം കൊണ്ട് അലങ്കരിച്ചവരെ, ലാ അഊദു ബഅദഹാ അബദൻ ഉഫ്സിദു ഫിൽ അർള്, ഇനിമേൽ ഞാൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ വരികയേയില്ല എന്ന് പറഞ്ഞ് ആണയിടുകയും, വല്ലാഹി മാ അറാ സുലൈമാൻ വമുൽക, സുലൈമാൻ നബിയും അധികാരികളെ ഞാനിവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞവൻ അന്തരീക്ഷത്തിലേക്ക് പറന്നങ്ങ് പോയി. ബാക്കി കുടങ്ങളൊന്നും പൊട്ടിച്ചിട്ടേയില്ല. ചുരുക്കത്തിൽ അന്നു മുതലെയുള്ള പിശാചുക്കളെ കൂട്ടിലടയ്ക്കുന്നതും കുപ്പിയിലടയ്ക്കുന്നതും കെട്ടിയിടുന്നതുമൊക്കെ നബിതങ്ങളുടെയും സാലിഹ്യങ്ങളുടെ ചരിത്രത്തിൽ നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരങ്ങളിൽ അത് ആവാഹിക്കുകയും ചെയ്യും. ആവാഹിക്കുന്നത് സാലിഹ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്യും. ഹബീബാ നബിതങ്ങളുടെ മുന്നിൽ ജിന്ന് ബാധിച്ച, ശൈത്താൻ ബാധിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. നബിതങ്ങൾ പറഞ്ഞു, അവനെ തിരിച്ചിരുത്താൻ പറഞ്ഞു. മുതുകോട് തിരിച്ചിരുത്തി. നബിതങ്ങൾ അവന്റെ കുപ്പായത്തിൽ കയറി പിടിച്ചു. കൈ ഊങ്ങിയിട്ട് ഒരൊറ്റ അടിയിട്ട് കൊടുത്തു. ഇട്ടിട്ട് പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ് അന ഹബീബുല്ലാഹ് വറസൂലുല്ലാഹ്, ഇറങ്ങടാ പുറത്ത് ശൈത്താനെ, ഞാൻ അള്ളാന്റെ ഹബീബാണ്, ഞാനാണ് പറയുന്നത്, ഇറങ്ങൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ അടി അയാളുടെ മുഖത്തിട്ട് കൊടുക്കുകയും അയാളിൽ ബാധിച്ച ശൈത്താൻ പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെ കറാമത്തിന്റെയും വിലായത്തിന്റെയും നബുവത്തിന്റെയും പണ്ഡിതന്മാർക്ക് അവരെ ഭയപ്പെടുന്നവരാണ് പിശാചുക്കൾ. ആ പിശാചുക്കൾ ആ രൂപത്തിൽ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ജീവിതത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ജനനം മുതൽ മരിക്കുന്ന സമയത്തും വരും, ഞാനാണ് അള്ളാഹു എന്ന് പറയൂ,
ഞാനാണ് അല്ലാഹു എന്ന് പറയൂ എന്ന് പറഞ്ഞ് മരിക്കുന്ന സമയത്തും വന്ന് ഈമാൻ തെറ്റിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന കിടക്കുന്നവരടുക്കൽ നിങ്ങൾ ചെല്ലണം, എന്നിട്ട് വഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ പിശാച് ഈമാൻ കൊള്ളയടിക്കുന്ന സമയമാണ്. അങ്ങനെ ജനനം മുതൽ മരണം വരെയും, ആദം മുതൽ മുഹമ്മദ് നബി വരെയും, രക്തകൂപം മുതൽ മുൻദ്വാരം പിൻദ്വാരം വരെയും മനുഷ്യനെ സ്വാധീനിക്കുകയും സല്ലപിക്കുകയും ചെയ്യുന്ന പിശാചിനെ തൊട്ട് എപ്പോഴും കാവൽ ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഞാൻ ഓർമ്മപ്പെടുത്തി. ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു തആല സർവമാന പിശാചുക്കളുടെ ഉപദ്രവങ്ങളെ തൊട്ടും ശർറു മുസീബത്തുകളെ തൊട്ടും നമ്മളെയും കുടുംബാദികളെയും മാതാപിതാക്കൾ ഭാര്യ മക്കളെയും ഇഷ്ടജനങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസീകും ബിദ്ദുആ. ഞാൻ സമയം ചുരുക്കത്തിന്റെ പേരിൽ വിഷയം ചുരുക്കി അവതരിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്. www.hubburrasool.net